ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രൻറ്റ് വിഷൻസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഡ്രോയിങ് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് വളരെ നന്നായിട്ട് വരയ്ക്കാൻ അറിയില്ല. എങ്കിലും വെറുതെ ഇങ്ങനെ എനിക്ക് ഒരു തോന്നൽ തോന്നുമ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പെൻസിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വര വരയ്ക്കുന്നതാണ് എൻ്റെ ഡ്രോയിങ്. അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഇന്ന് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറിൽ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചാർട്ടിൽ വരച്ചാലും ഞാൻ ചുമരിലൊട്ടിച്ച് വെക്കും, അതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് കുത്തും കോമിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ വരയ്ക്കാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാനും യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ട് ഇനി ഇവിടെ വരയ്ക്കണത്. ഈ കുത്തിട്ടിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ വരച്ച് കാണിച്ചിരുന്ന വീഡിയോ നോക്കിയിട്ടാണ് ഞാനും വരയ്ക്കണത്. ആ വീഡിയോ നോക്കി ഞാൻ വരയ്ക്കുന്നു, ഞാനും ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നു, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഗണപതിനെ വരയ്ക്കാം. ഇതിപ്പോൾ ഒരാൾ വരയ്ക്കുന്നത് നോക്കി നമ്മൾ വരച്ചൊന്ന് വെച്ചിട്ട് അതൊരിക്കലും കോപ്പിയുടെ ആവില്ല. അത് നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക എന്ന് വേണമെങ്കിൽ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം. വീഡിയോയിൽ കാണാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി കറുപ്പിച്ച് കുത്തിട്ടിട്ടും വീഡിയോയിൽ നേരെ ഫോക്കസ് ആവുന്നില്ല. എന്തൊരു കഷ്ടം. കിട്ടി. അപ്പം ഞാൻ ഈ ചാർട്ടിൽ വേറെ കുറേ കുത്തുകൾ ഉള്ളതുകൊണ്ട് വീഡിയോയിൽ കാണാൻ വേണ്ടി കുറച്ച് വലുതാക്കിയിട്ടാണ് കുത്തുകൾ ഇട്ടിരിക്കുന്നത്. ചാർട്ടിന്റെ മുകൾ ഭാഗത്ത്, അതായത് ഗണപതിയുടെ കിരീടം വരുന്ന ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഞാൻ കുത്തിടാൻ തുടങ്ങിയത്. ഇങ്ങനെ താഴോട്ട് 5 കുത്തും, ഇങ്ങനെ നീളത്തിൽ 4 കുത്തും ആയിട്ട് കുറച്ച് കുത്തുകളുടെ ഒരു കളിയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇനി ഇവിടെ നിന്ന് വരയ്ക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോ ഞാൻ കണ്ടു, ഒരു വട്ടം കണ്ടു. ഇനി ഞാൻ എൻ്റെ ഐഡിയയിലുണ്ട് തുടങ്ങാൻ പോകാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഈ 4 കുത്തുകളിൽ രണ്ടാമത്തെ കുത്തിൽ നിന്ന് നമുക്ക് വരച്ചു. വീഡിയോ നോക്കി വരച്ച് മായച്ചാക്കുന്നത് മുഴുവനായിട്ട് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തത്. പിന്നെ വീഡിയോ എടുക്കാനും വരയ്ക്കാനും കൂടി രണ്ടും കൂടി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ മാനേജ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ഫോണിൽ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വരയ്ക്കുകയും ചെയ്യുന്നത്, ഈ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് കഴിയാത്തതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് വരച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു തരത്തിലൊക്കെ ഗണപതി ആയി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരയ്ക്കാനൊന്നും പഠിക്കാത്തത് കൊണ്ടും ഒന്നും അറിയാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം പെൻസിൽ കൊണ്ട് വരച്ചതുകൊണ്ടാണ് അധികം ക്ലിയർ ചെയ്യാത്ത കിരീടത്തിൻ്റെ അവിടെയൊക്കെ വരണ്ട്. ഈ ചെവി, ഈ 2 ചെവി എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഈ ചെവിയാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഞാൻ വരച്ചപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒന്ന് കളറും കൂടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മോശമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കളറും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. കാണിച്ചുതരാം. ഇത് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. മറ്റേ നമ്മളുടെ സ്കെച്ച് ബ്രഷ്, പിന്നെ ഓയിൽ പെസ്റ്റൽസും ഒക്കെ എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓയിൽ പെസ്റ്റൽസാണ്. കാരണം ഒരുപാട് സ്ഥലത്ത് സ്കിൻ കളറൊക്കെ വേണമല്ലോ, അത് നമുക്ക് സ്കെച്ചിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കളർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് പാലക്കാട് പോകേണ്ട ഒരു അത്യാവശ്യം വന്നപ്പം പോയി വന്നു. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് സമയമായി, ഇപ്പോൾ രാത്രിയായി, ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇപ്പോൾ ബാക്കി കളർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തോടെ തന്നെ ഇത് കളർ ചെയ്ത് ഈ സാധനങ്ങളൊക്കെ എനിക്ക് എടുത്ത് വെക്കണം, കിടക്കാനുള്ളതാണ്. അപ്പോഴേക്കും അമ്മ ഇനി കിടക്കാൻ വരുമ്പോഴേക്ക് ഇവിടെ ഈ സാധനങ്ങളെ കളറും അതും ഇതും നേരത്തെ ഇട്ടത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല അടി കിട്ടും. അതുകൊണ്ട് അമ്മ കിടക്കാൻ വരുന്നതിന് മുമ്പ് ഒരു 8:30-9 മണി ആവുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞ് കളർ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പം വേഗം ചെയ്യാം നമുക്ക്. അപ്പം അങ്ങനെ വരയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ വീഡിയോ എടുക്കണതാണിത്. അപ്പം ഞാൻ ഈ ചെയ്തിയിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ കുറച്ച് കുറ്റം കുറവൊക്കെ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. കുഴപ്പമില്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തു ആദ്യം, പിന്നെ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുത്തു, പിന്നെ ഏട്ടന് കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ സ്ലോ മോഷനിൽ ഇട്ടതല്ല. എൻ്റെ ഏട്ടൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത്രത്തോളം പതുക്കിയാണ് ചെയ്യുക, അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പം ഇങ്ങനെ അവനവൻ ചെയ്ത കാര്യം 4 ആൾക്ക് കാണിച്ചു കൊടുത്ത് നല്ലത് എന്ന് പറയിപ്പിക്കുമ്പം കിട്ടുന്നൊരു സുഖം, അതൊരു വേറെ സുഖം തന്നെയാണ്. എന്നിട്ട് അമ്മയും ഞാനും കൂടിയിട്ട് അത് ഒരു ഭാഗത്ത്, എൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തു. ആക്ച്വലി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു വൃക്ഷം വരച്ച് അതിന് താഴെ ശ്രീബുദ്ധനെ പ്രതിഷ്ഠിച്ച് ഇപ്പുറത്തും ഇവിടെയും ശ്രീബുദ്ധൻ്റെ വചനങ്ങൾ എഴുതിയിരുന്നു. ഈ 2 അവിടെയും ശ്രീബുദ്ധൻ്റെ വചനങ്ങൾ എഴുതിയപ്പോൾ പെൻസിൽ കൊണ്ട് എഴുതിയ ശേഷമാണ് പെർമനൻ്റ് മാർക്കർ കൊണ്ട് എഴുതിയത്. ഇവിടെ എഴുതിയപ്പം ഓവർ കോൺഫിഡൻസ് കാരണം
പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ഡയറക്റ്റ് എഴുതി. എൻ്റെ കൈ വിറച്ച് എഴുതിയത് മൊത്തം ചളകുളമായി. അപ്പം അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഈ പൊസിഷനിൽ തന്നെ ഞാനൊരു ഗണപതിനെ തന്നെ വരയ്ക്കാം എന്ന് വിചാരിക്കാൻ കാരണം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വട്ടം ശ്രമിച്ചല്ലേ ഓരോ കാര്യത്തിലും നമുക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, എൻ്റെ ഗണപതിയെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇനി പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.